നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 നവംബർ മാസം 28-ാം തീയതി 1200 ആണ്ട് വൃശ്ചിക മാസം 13-ാം തീയതി വ്യാഴാഴ്ച. ഇന്ന് വ്യാഴാഴ്ചയാണ്. ഇന്ന് ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രം ആണ് വന്നിരിക്കുന്നത്. ഉദിച്ച സമയത്ത് ചോതി നക്ഷത്രം തുടങ്ങിയില്ല എങ്കിൽ പോലും ഇന്ന് ഫുൾ ചോതിയാണ്. കുറച്ച് സമയം മാത്രമേ നമുക്ക് വിശാഖ നക്ഷത്രം ഉണ്ടായിരുന്നുള്ളൂ. ചിത്തിര നക്ഷത്രം ഉണ്ടായിരുന്നു. ചിത്തിര കഴിഞ്ഞ് ചോതി നക്ഷത്രമായി. അപ്പോൾ ചിത്തിര വളരെ കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു 6 നാഴികയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അന്നത്തെ ദിവസത്തെ നക്ഷത്രം എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ വളരെ കുറച്ച് സമയമായപ്പോൾ തന്നെ ചിത്തിര കഴിഞ്ഞു പോയി. പിന്നെ ചോതി നക്ഷത്രം ആണ്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ചോതി നക്ഷത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ചോതി നക്ഷത്രം ശുഭനക്ഷത്രമാണ്. ചിത്തിര ആയാലും കൊള്ളാം. ഇന്ന് വ്യാഴാഴ്ചയാണ്. എല്ലാ ശുഭകാര്യങ്ങൾക്കും എടുക്കാവുന്ന ദിവസമാണ്. ശുഭകാര്യങ്ങൾക്കെല്ലാം നമുക്ക് ഇന്നത്തെ ദിവസം തിരഞ്ഞെടുക്കാം. സാമ്പത്തിക കാര്യങ്ങൾക്കായാലും മറ്റെല്ലാ കാര്യങ്ങൾക്കും അനുകൂലപ്രദമായ ഒരു ദിവസം തന്നെയാണ്. അപ്പോൾ നല്ല ദിവസം, നല്ല നക്ഷത്രം. അപ്പോൾ ഇതെല്ലാം ഒത്തു വന്നിരിക്കുന്ന ദിവസം നമ്മൾ അതിനെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തണം. പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾക്ക് തുടങ്ങാനായാലും സാമ്പത്തികമായ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങാനായാലും ഈ സമയം വളരെ അനുകൂലപ്രദമാണ്. അതുമാത്രമല്ല, ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള ചോതി നക്ഷത്രക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ഇന്നത്തെ ബർത്ത്ഡേ കൊണ്ട് ലഭിക്കുക. വൃശ്ചിക മാസത്തിലെ നക്ഷത്രം, അതായത് ചോതി നക്ഷത്രക്കാർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വർഷം വളരെ ഭാഗ്യദായകമായ അവസ്ഥകളുണ്ടാവും. പ്രത്യേകിച്ച് സാമ്പത്തിക പുരോഗതി, സാമ്പത്തികമായിട്ട് എത്ര ബുദ്ധിമുട്ടി നിൽക്കുന്നവർക്കും നിങ്ങൾക്കൊരു സമാധാനവും ഐശ്വര്യവും ഉണ്ടാകുന്ന കാലഘട്ടം തന്നെയാണ്. സാമ്പത്തിക പുരോഗതി വന്നു ചേരും. മുടങ്ങിക്കിടക്കുന്ന ധനം നമ്മളിലേക്ക് എത്തിച്ചേരും. ഇല്ല, പുതിയ സംരംഭങ്ങളിൽ തുടങ്ങിയാലും വിജയിക്കും. ഊഹക്കച്ചവടങ്ങൾ ചെയ്യുന്നവർ റിയൽ എസ്റ്റേറ്റ് ആവട്ടെ, ലോട്ടറി ബിസിനസ് ആവട്ടെ, അതേപോലെ ഷെയർ മാർക്കറ്റ് ആവട്ടെ, റിയൽ എസ്റ്റേറ്റ് ആവട്ടെ, ഇങ്ങനെ പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലപ്രദമായ ഒരു വർഷമായിരിക്കും. നിങ്ങൾ ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ കുറച്ചുകൂടി ആക്റ്റീവായിട്ട് മുന്നോട്ട് പോവുക. വളരെ പ്രതീക്ഷിക്കാതെ ധന നേട്ടം നിങ്ങൾക്ക് വന്നു ചേരും. അതുകൊണ്ട് ഈ വർഷത്തെ മാക്സിമം വിനിയോഗിച്ചോളുക. ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ നമുക്ക് നല്ല ദിവസമാണ് എന്ന് പറഞ്ഞെങ്കിൽ പോലും രാവുകാലത്തിന് വളരെ പ്രാധാന്യമുണ്ട്. യാത്രയ്ക്ക് മാത്രമേ രാവുകാലം ബാധകമുള്ളൂ. അപ്പോൾ രാഹുവിൻ്റെ യാത്രാവേളയിൽ രാഹുവിൻ്റെ ദോഷം ബാധിക്കാതെ നോക്കിക്കൊണ്ടു പോകണം. രാഹുവിൻ്റെ സമയം 1:30 മണി മുതൽ 3 മണി വരെ എന്ന് ഇട്ടിട്ടുണ്ടെങ്കിലും 1:39 തൊട്ട് രാഹു തുടങ്ങും. 3:05 വരെ രാഹുകാല സമയമുള്ളൂ. അതുപോലെ യമകണ്ഠ കാലവും ഗുളിക കാല സമയവും ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമുക്കൊരു കാര്യത്തിനും അത്ര നല്ലതല്ല. ഗുളികകാല സമയം എന്ന് വരുന്നത് തന്നെ 9:20 തൊട്ട് 10:46 വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 6:28 തൊട്ട് 7:54 വരെയും. അതുപോലെ തന്നെ ഇന്ന് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11:48 തൊട്ട് 12:36 വരെ. അഭിജിത്ത് മുഹൂർത്തത്തിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം ഈ അഭിജിത്ത് മുഹൂർത്തം വന്നിരിക്കുന്ന ഈ സമയം മറ്റ് ഗ്രഹങ്ങളുടെ പ്രവർത്തനമൊന്നുമില്ല. ഗുളികൻ്റെയോ യമകണ്ഠൻ്റെയോ രാഹുവിൻ്റെ ഒന്നും പ്രവർത്തനമില്ലാത്ത സമയമായതുകൊണ്ട് ഈ സമയം നമുക്ക് ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമാണ്. അതുപോലെ ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. അത് വീട്ടിൽ നിന്നാലും ശരി, ഓഫീസിൽ പോയാലും ശരി, മറ്റെന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങിയാലും ശരി, മഞ്ഞ കളർ വസ്ത്രവും കൂടി വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. ചിലപ്പോൾ നമുക്ക് യൂണിഫോമായിട്ടോ മറ്റ് ചില ഓഫീസുകളിലോ ഒക്കെ അത് അലൗഡ് അല്ലായിരിക്കാം. അപ്പോൾ നമുക്ക് അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരു മഞ്ഞ കളറ് കർച്ചീപ്പായിട്ട് കയ്യിൽ കരുതുക.
ഇടയ്ക്കിടയ്ക്ക് എടുത്ത് മുഖമൊക്കെ ഒന്ന് തുടച്ച് കൊണ്ടുപോകുമ്പോൾ അതിലേക്ക് ആകർഷിക്കപ്പെടുന്ന റേഡിയേഷൻ എനർജി നമ്മളിലേക്ക് ലഭ്യമാവും. അപ്പോൾ ഇന്നത്തെ ദിവസം പരമഗുരുവിൻ്റെ സഹായത്താൽ എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.